ഹലോ കൂട്ടുകാരെ, ഇത് കണ്ടില്ലേ, ഞാനൊരു പുതിയ ചട്ടി വാങ്ങിച്ച് നമ്മളെ ഇടപ്പള്ളി പള്ളിയുടെ അടുത്തുനിന്ന്. കണ്ടില്ലേ, നല്ല ചട്ടിയാണ്. വലിയ വിലയൊന്നുമില്ല, 120 രൂപയേ ഉള്ളൂ. വലിയ ചട്ടിയുമാണ്, കണ്ടോ. അത് വാങ്ങിച്ചൊരു ബ്ലാക്കും വാങ്ങിച്ചു. ബ്ലാക്ക് ഞാൻ നേരത്തെ വാങ്ങിച്ച് അത് കറക്റ്റ് ചെയ്ത് വെച്ച് കറിയെല്ലാം വെച്ചു. ഇപ്പം ഞാൻ വാങ്ങിച്ചത് ഈ ഒരു ചട്ടിയാണ്. ഈ ചട്ടി നമ്മൾ വൃത്തിയായിട്ട് കഴുകിയിട്ട് പണ്ടൊക്കെ ആണെങ്കിൽ ചാണകം കലക്കി, ഇരുമ്പ് ചട്ടിയും ഈ മൺചട്ടിയൊക്കെ ചാണകം കലക്കി രാത്രി തന്നെ മുക്കി വെച്ചേക്കും. എന്നിട്ട് ഇത് പിറ്റേന്നെടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് നല്ലെണ്ണ തടവി വെക്കും പണ്ടത്തെ കാലത്ത്. ഇപ്പോഴെങ്ങനെയെന്ന് വെച്ചാൽ ഈ ചട്ടി കൊണ്ടുവന്ന ഉടനെ നമ്മൾ അന്ന് ചോറ് വയ്ക്കുന്ന അരി ഊറ്റുന്ന കഞ്ഞിയുടെ വെള്ളം കണ്ടില്ലേ, കഞ്ഞിയുടെ വെള്ളം എടുത്ത് വെച്ചേക്കാം. തലേന്ന് പുളിച്ച വെള്ളമായിരിക്കണം. അത് ഇതിനകത്ത് ഒഴിക്കണം. കണ്ടില്ലേ, ഇതിനകത്ത് ഒഴിച്ച് ഇതിൻ്റെ സൈഡിലും എല്ലാം തേച്ച് കൊടുക്കണം. നല്ലോണം തേച്ച് കൊടുത്ത് നല്ലോണം തിളപ്പിക്കണം. നല്ല വെട്ടി തിളയ്ക്കണം. അപ്പോൾ പഴയ കഞ്ഞിയുടെ വെള്ളം ഇങ്ങനെ ഈ ചട്ടിയിൽ ഒഴിച്ച് നിറച്ച് വെച്ചിട്ട് അത് നല്ല പോലെ ഇതേ കണക്ക് തിളപ്പിച്ച് എടുത്ത് കളഞ്ഞിട്ട് നല്ലെണ്ണ തടവി വെച്ചിരുന്നിട്ട് പിറ്റേന്ന് തൊട്ട് നമുക്ക് ചട്ടി ഉപയോഗിക്കാൻ പറ്റും. നല്ല ഉറപ്പം കിട്ടും, നല്ല മെഴുകുമായിരിക്കും ചട്ടി. കറിയൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റും ആയിരിക്കും. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഇതേപോലെയാണ് ചട്ടി മെഴുകിയെടുക്കുന്നത് കേട്ടോ. നല്ല ഇങ്ങനെ കലക്കി കൊടുക്കണം. തന്നെ എല്ലായിടവും പറ്റും. തലേന്നത്തെ കഞ്ഞോളം എടുത്ത് വെച്ചേക്കണം കേട്ടോ. പുതിയ ചട്ടിയൊക്കെ കൊണ്ടുവന്നാൽ എല്ലാവരും ഇങ്ങനെ ചെയ്ത് തിളപ്പിച്ചിട്ട് നല്ലെണ്ണ തടവി വിളിമ്പിലും അടിയിലും എല്ലാം പുരട്ടി ഒരു ദിവസം വെച്ചിരുന്നാൽ മാത്രം മതി. ഇതങ്ങ് കഴുകി കളയണം. കണ്ടില്ലേ, ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്യണം കേട്ടോ. നല്ല ചട്ടിയായിട്ട് നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും മൺചട്ടി. ഞാനൊരു കറുത്ത ചട്ടിയും വാങ്ങിച്ചായിരുന്നു. ഇത് മേടിച്ച്, ഇത് ഇടപ്പള്ളിയിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ. നല്ല നല്ല ഭംഗിയുള്ള ചട്ടികളൊക്കെ ഇരിപ്പുണ്ട് ഇഷ്ടം പോലെ. എനിക്കിപ്പോൾ ചട്ടി വേണ്ടാത്തതുകൊണ്ട് ഞാൻ 2 വാങ്ങിച്ചോളൂ. എനിക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ 2 വാങ്ങിച്ചിട്ടില്ല. ഒരെണ്ണം ഞാൻ കാണിച്ചു തരുന്നത്. ഒരെണ്ണം ഞാൻ നേരത്തെ വാങ്ങിച്ച് ഞാൻ അതെല്ലാം ശരിയാക്കി ഇത് കണക്ക് വെച്ചിട്ട് കറിയൊക്കെ വെച്ചിട്ട് കറിക്ക് നല്ല ടേസ്റ്റും കിട്ടും കേട്ടോ. മണ്ണിൻ്റെ വാടകളൊന്നും കാണത്തുമില്ല. ഈ ചില ചട്ടിയൊക്കെ കറി വെച്ചാലും മണ്ണിൻ്റെ സ്മെല്ല് കൂടുതലിരിക്കും. അത് നമ്മൾ മെഴുകാതൊക്കെ എടുത്ത് വെക്കുന്നത് കൊണ്ടാണ്. ഇതിങ്ങനെ ആക്കിയെടുത്ത് എല്ലാവരും ചെയ്ത് നോക്കണം. ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ശ്രമിച്ച് നോക്കണം. താങ്ക് യു.